അടിസ്ഥാന സൗകര്യം ഒട്ടുമില്ലാത്ത നാട്ടിക ഫിഷറീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആൻസി സോജൻ ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രാക്കില്ല എന്നത് അപ്പോഴും ഒരു വലിയ കുറവായിരുന്നു. ഇന്ന് അതിനെല്ലാം പരിഹാരമായിരിക്കുന്നു. 3 കോടി രൂപ ചെലവഴിച്ച് നീളത്തിൽ 8 ലൈനുകളുള്ള സിന്തറ്റിക് ട്രാക്കാണ് ഒരുക്കിയിട്ടുള്ളത്. സെവൻസ് ഫുട്ബോൾ കളിക്കാൻ ബർമുഡ ഗ്രാസ് പിടിപ്പിച്ച ടർഫും ലോങ് ജമ്പ് പിറ്റും ഒരുക്കിയിട്ടുണ്ട്. കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വരാനിരിക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനായി എല്ലാ പ്രദേശത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും പരിശീലനത്തിന് തയ്യാറാക്കുകയും ചെയ്യുകയാണ് സർക്കാർ എന്ന് മന്ത്രി പറഞ്ഞു. നല്ലൊരു മൈതാനം ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ട്രാക്ക് ആൻഡ് ഫീൽഡ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കേരളത്തിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്ന ഒരു വിദ്യാലയമായി നിങ്ങൾക്ക് മാറാൻ കഴിയും എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.